ഫെബ്രുവരി മാസത്തിൽ നമ്മൾ മറക്കാതെ നട്ടുപിടിപ്പിക്കേണ്ടുന്ന ഒന്നാണ് തക്കാളി. നല്ല വളർച്ചയ്ക്ക്, തക്കാളിയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് ഫെബ്രുവരി മാസത്തിലുള്ളത്. നല്ല ചൂടുണ്ട്, അതുപോലെ വെളിച്ചം കിട്ടുന്ന സമയമാണ്, അതുപോലെ ചുവട്ടിൽ നനവും ഈർപ്പവും കിട്ടുകയും വേണം തക്കാളിയുടെ നല്ല വിളവിന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന തക്കാളിയാണ്. ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ തക്കാളിയെ അധികം ചുവന്ന് പഴുക്കാൻ ഇവിടെ നിർത്തത്തില്ല. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് കിളിത്തരത്തില്ല. അതുപോലെ നമ്മളുണ്ടല്ലോ, തക്കാളിയും മുളകും ഒക്കെ വളർത്തുന്ന അവസരത്തിൽ ഈ ചൂട് കാലം എന്ന് പറയുന്നത് പലതരത്തിലുള്ള കീടങ്ങളുടെയും അറ്റാക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പം കീടനിയന്ത്രണം നമ്മൾ കൃത്യമായി നടത്തിയിരിക്കണം. അത് ബിവേറിയ ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബിവേറിയ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ വേപ്പെണ്ണയും സോപ്പും ചേർത്ത മിശ്രിതം നല്ലതാണ്. അതുപോലെ സോഡാപ്പൊടിയും സോപ്പും ചേർത്തിട്ട്, അല്ലെങ്കിൽ സോഡാപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതിൻ്റെ നീരും കൂടെ ചേർത്ത് കീടങ്ങളുടെ നിയന്ത്രണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഏതോ ഒരാൾ എനിക്ക് കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ സോഡാപ്പൊടി ഉപയോഗിച്ചിട്ട് അവരുടെ ചെടിയുടെ ഇലകൾ വാടിപ്പോകുന്നുണ്ട് എന്ന്. നമ്മൾ സോഡാപ്പൊടി ഉപയോഗിക്കുമ്പം എപ്പോഴും അവരുടെ അളവ് കൃത്യമായി ശ്രദ്ധിക്കണം. കണ്ടമാനം കണക്കില്ലാതെ വാരിയിട്ട് കലക്കി ചെടിയുടെ ഇലകളിൽ തളിക്കാൻ പാടില്ല. അതുപോലെ ചൂടുള്ള സമയത്ത്, ഒരു 11 മണി പോലത്തെ 10 മണി പോലത്തെ സമയത്ത് ഒരു കാരണവശാലും സോഡാപ്പൊടി ഉപയോഗിക്കരുത്. വൈകുന്നേരം സമയമാണ് എപ്പോഴും കീടനിയന്ത്രണത്തിന് നമുക്ക് നല്ലത്.